ഹായ് ഡിയേഴ്സ്, ഞാൻ ലേന. നിങ്ങൾക്ക് ഗാർഡനിങ് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായും മൈ പ്ലാന്റ്സ് എന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇന്നൊരു പ്രത്യേകിച്ചൊരു പ്ലാന്റിനെ കുറിച്ചൊന്നുമല്ല ഞാൻ പറയാൻ പോകുന്നത്. ഇന്ന് എൻ്റെ കയ്യിലുള്ള കെയിൻ ബിഗോണിയാസ് നിങ്ങൾക്ക് കാണിച്ചു തരാം എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ കെയിൻ ബിഗോണിയാസിൽ തന്നെ രണ്ട് വെറൈറ്റീസ് പറയാറുണ്ട്, അതായത് ഏഞ്ചൽ വിങ് ബിഗോണിയയും ഡ്രാഗൺ വിങ് ബിഗോണിയയും. അപ്പോൾ ആ രണ്ട് പ്ലാന്റ്സ്, കുറച്ച് പ്ലാന്റ്സ് എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ നമുക്ക് ആ പ്ലാന്റ്സ് ഒന്ന് കാണാം. ആദ്യം നമുക്ക് ഏഞ്ചൽ വിങ് ബിഗോണിയാസ് കാണാം. ഞാൻ കെയിൻ ബിഗോണിയയുടെ പരിചരണം എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയിൽ ഞാൻ കാണിച്ച ഒരു പ്ലാന്റാണിത്. ഇതിങ്ങനെ പൊക്കം വെച്ച് പോകുന്ന ഒരു ബിഗോണിയ ആയതുകൊണ്ട് തന്നെ നമുക്ക് പലപ്പോഴും താങ്ങായിട്ട് എന്തെങ്കിലും കൊടുക്കേണ്ടി വരും ഈ ചെടിക്ക്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ ഇലകളിൽ ഇങ്ങനെ വെളുത്ത കുത്തുകൾ ഉണ്ടാവും എന്നുള്ളതാണ്. ഇത് കറക്റ്റായിട്ടുള്ള ഇൻഡയറക്റ്റ് സൺലൈറ്റ് ആണ് അതിന് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ അത് ഇങ്ങനെ വെളുത്ത കുത്തുകൾ ഉണ്ടാവും അതിൻ്റെ ഇലകളിൽ. ഡയറക്റ്റ് സൺലൈറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ പച്ച കളറിൽ തന്നെ ഉണ്ടാവുമില്ല. ഇതിൻ്റെ പൂ വരുന്നത് ഇങ്ങനെയാണ്, മുട്ട അങ്ങനെയാണ് ഉണ്ടാവുന്നത്. മുട്ട വിരിഞ്ഞു കഴിയുമ്പോൾ പൂവായി കഴിയുമ്പോൾ ഇങ്ങനെ ഉണ്ടാവും. ഇതിപ്പോൾ ഒരു ചുവന്ന പൂവാണ്. ഇതിൻ്റെ പിങ്ക് കളറിലെ പൂക്കളൊക്കെ ഉണ്ട്. ഇതേ ചെടി പിങ്ക് കളറിലെ പൂ ഉണ്ടാവുന്നുണ്ട്. ഇത് അതിൻ്റെ വിത്താണ്. കായാവുമ്പോൾ ഇങ്ങനെ ഉണ്ടാവും. വിത്തിൽ നിന്ന് ഇതിൻ്റെ തൈ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷേ എനിക്ക് അതിനെപ്പറ്റി വലിയ ഐഡിയ ഇല്ല. ഞാനത് ട്രൈ ചെയ്തിട്ടില്ല ഇതുവരെ. ഇതാണ് രണ്ടാമത്തെ പ്ലാന്റ്. ഇതിൻ്റെ ഇലകളുടെ ഒരു കളർ എന്ന് പറയുന്നത് ഈ ഒരു കളറാണ്. ഇതിൻ്റെ ഇലകളുടെ അടിഭാഗം ഒരു ചുവപ്പ് ഷെയ്ഡിലുള്ള കളറാണ് വരുന്നത്. ഇപ്പോൾ ഏഞ്ചൽ വിങ് ബിഗോണിയ എന്ന് പറയുന്നതിൻ്റെ ഇലകൾ നല്ല ഒതുങ്ങിയ ഇലകളായിരിക്കും. അതായത് ഇലകളുടെ ഷേപ്പ് എന്ന് പറയുന്നത് ഒരു ഏഞ്ചലിൻ്റെ ചിറകുകൾ എങ്ങനെയായിരിക്കുമോ അതാണ് നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത്. അങ്ങനെയാണ് അതിൻ്റെ ഇലകളുടെ ഒരു ഷേപ്പ് ഉണ്ടാവുന്നത്. ഇപ്പം ഇതിലും പൂക്കളുണ്ടാവും. എൻ്റെ ഈ ചെടിയിൽ ഉണ്ടാവുന്ന പൂവെന്ന് പറയുന്നത് ഒരു പിങ്ക് കളറിലെ പൂക്കളാണ്. ചെറിയൊരു റോസ് കളർ എന്ന് പറയാം, അങ്ങനത്തെ കളറിലുള്ള പൂക്കളാണ് ഉണ്ടാവുന്നത്. അപ്പം ഇതിലും നിങ്ങൾക്ക് ആ വൈറ്റ് സ്പോട്ട്സ് കാണാൻ പറ്റും. അതിൻ്റെ ഇലകളിലും ഉണ്ടാവും. ഈ ചെടിയിൽ ആ സ്പോട്ട്സ് വരുമ്പോൾ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ആ ഒരു ഇലയുടെ ആ ഒരു കളറിൽ അങ്ങനെ വെളുത്ത കുത്ത് വരുമ്പോൾ കാണാനായിട്ട്. അപ്പം ഇതിൽ ഞാൻ പറഞ്ഞില്ലേ, റോസ് കളറിലെ പൂക്കളാണ് ഈ ചെടിയിൽ ഉണ്ടാവുന്നത്. ചുവന്ന പൂക്കൾ, ഇതേ കളറുള്ള ഇലകളിൽ ചുമന്ന പൂക്കൾ ഉണ്ടാവുന്ന ചെടിയും കൂടി ഉണ്ട്. ഇപ്പം എൻ്റെ കയ്യിലുള്ളതിൽ ഇങ്ങനത്തെ ഒരു കളറിലെ പൂക്കളാണ് ഉണ്ടാവുന്നത്. ഈ ചെടി അന്ന് ആ വീഡിയോ ചെയ്യുമ്പോൾ നല്ല ചെറുതായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ആ വീഡിയോയിൽ ഈ ചെടിയെ കാണിക്കാൻ പറ്റിയിട്ടില്ല. അപ്പം ഇതെന്ന് പറയുന്നത് ഇതന്ന് ഞാൻ ജസ്റ്റ് അത് നട്ടിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. ഈ ചെടി പിടിച്ചിട്ട് പോലും ഉണ്ടായിരുന്നില്ല. ഞാൻ ഇതിൻ്റെ കൊമ്പ് കുത്തി പിടിപ്പിച്ചതാണ്. ആ വീഡിയോ ചെയ്യുമ്പോൾ അതുകൊണ്ട് ഈ ചെടി എനിക്ക് കാണിക്കാൻ പറ്റിയില്ല. ഇതതിൻ്റെ ഗ്രോയിങ് ടിപ്പ് ഇല്ലാത്ത ഒരു കഷ്ണം കുത്തിയതാണ്. അതിലിപ്പോൾ ഒരു മുളച്ച് വന്നിട്ടുണ്ട്. അത് പക്ഷെ വളരെ സ്ലോ ആയിട്ടാണ് അത് പിടിച്ചു വരുന്നതും അതിന് ആ ഒരു ഇത് വരുന്നതൊക്കെ. ഗ്രോയിങ് ടിപ്പുള്ള കഷ്ണമാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് അതിൻ്റെ തൈകൾ ഉണ്ടാക്കി എടുക്കാൻ പറ്റും. ഇങ്ങനെയാണ്. ഇതിൽ വെളുത്ത പൂക്കളാണ് ഉണ്ടാവുന്നത്. അപ്പം ഇങ്ങനെയാണ് ഏഞ്ചൽ വിങ് ബിഗോണിയാസ് എൻ്റെ കയ്യിലുള്ളത്. പിന്നെ നമുക്ക് ഡ്രാഗൺ വിങ് ബിഗോണിയാസ് കാണാം. ഈ ബിഗോണിയ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു ബിഗോണിയാണ്. ഇതിൻ്റെ ഇലകളിൽ ഇങ്ങനെ ഒരു ഷെയ്ഡ് വരും. ഈ പറഞ്ഞ പോലെ തന്നെയാണ്, കറക്റ്റ് സൺലൈറ്റ് ആണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇലകൾക്ക് നല്ലൊരു ഷോ ആയിരിക്കും കാണാനായിട്ട്. പക്ഷേ വെയിൽ കൂടുന്നതിനനുസരിച്ച് അതിൻ്റെ ഇലകൾ മോശമായി പോകും. ഇപ്പം ഇതിലും ഇലകളിലൊരു മഞ്ഞളിപ്പൊക്കെ കാണാൻ പറ്റും. അത് വെയിൽ കൂടുന്നതിൻ്റെയാണ്. ഇപ്പം ഇതിലും പൂക്കളുണ്ടാവും. ഇതിലുണ്ടാവുന്ന പൂക്കൾ കാണാൻ നല്ല ഭംഗിയാണ്. ചെറിയൊരു റോസ് കളറിലെ പൂക്കളാണ് ഉണ്ടാകുന്നത്. നല്ല ഭംഗിയാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു ചെടിയാണിത്. ഇങ്ങനെയാണ് അതിൻ്റെ പൂക്കൾ ഉണ്ടാകുന്നത്. ഈ ചെടിയിൽ പൂവ് ഉണ്ടായി വരാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. അതായത് എനിക്ക് ആദ്യം ഈ ചെടി ഉണ്ടായിരുന്നിട്ട് അതിൽ പൂക്കൾ വരാൻ കുറേ കാലതാമസം എടുത്തു. പക്ഷെ ഈ പ്രാവശ്യം ഞാൻ ചെറിയ കഷ്ണം കുത്തി പിടിപ്പിച്ചപ്പോൾ തന്നെ അതിൽ പൂക്കൾ വന്നു. പക്ഷെ കുറേ കാലങ്ങൾ എൻ്റെ കയ്യിലൊരു ചെടി ഉണ്ടായിരുന്നു, പൂവേ വരില്ലായിരുന്നു ആ ചെടിയിൽ. ഇതിൻ്റെ കായാണ് ഇങ്ങനെ ആവുന്നത്. പിന്നെയുള്ളത് ഈ ഒരു ചെടിയാണ്. ഈ രണ്ട് ചെടികളും ഞാൻ ആ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു, കെയിൻ ബിഗോണിയയുടെ പരിചരണം എന്ന് പറയുന്ന വീഡിയോയിൽ.
അപ്പം ഇത് ഏഞ്ചൽ വിങ് ആണോ ഡ്രാഗൺ വിങ് ആണോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഡൗട്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷെ ഇതിന്റെ ഇലകൾ കാണാനാണ് അതിന്റെ ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത്. ഇതിന്റെ പൂക്കൾ ഉണ്ടാവുന്നുണ്ട്. പൂക്കൾ ചെറിയൊരു പിങ്ക് കളറുള്ള പൂക്കളാണ് ഇതിൽ ഉണ്ടാവുന്നത്. പക്ഷെ പൂക്കൾ അത്ര ഒരു നമുക്കൊരു ശ്രദ്ധിക്കപ്പെടുന്ന ടൈപ്പ് ഒരു പൂവ് എന്ന് പറയാനില്ല. ഇലകളുടെ ആ ഒരു ഭംഗി കൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ചെടി വളർത്തുന്നതെന്ന് പറയാം. നല്ല ഭംഗിയുള്ളൊരു ഇലകളാണ് ആ ചെടിയുടെ. പിന്നെയുള്ളത് ഈ ഒരു ചെടിയാണ്, ഡ്രാഗൺ വിങ് ബിഗോണിയ. ഇതിൻ്റെ ഇലകൾക്ക് ഇങ്ങനെ ഒരു ഷേപ്പാണ്. ഇതിൻ്റെ തണ്ടുകൾക്ക് നല്ല ചുവന്ന കളറാണ്. പൂക്കൾ ഈ പറഞ്ഞ പോലെ അത്ര ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ള പൂക്കളല്ല, എങ്കിലും പൂക്കൾ ഉണ്ടാവും ഈ ചെടിയിൽ. ഇതിൻ്റെ ഈ ഒരു തണ്ടുകളുടെ കളറും ആ ഒരു ഇലയുടെ ഷെയ്ഡും തന്നെയാണ് ഇതിൻ്റെ അട്രാക്ഷൻ പറയാം. ഇതാണ് ഡ്രാഗൺ വിങ് ബിഗോണിയയുടെ ഒരു ചെടി. ഇതാണ് പിന്നെയുള്ളൊരു ചെടി. ഇതാണ്. ഇതെന്ന് പറയുന്നത് ഇതിൻ്റെ ഇലകളിലൊരു ഷെയ്ഡ് വരും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കറക്റ്റ് ലൈറ്റൊക്കെ കിട്ടുന്ന സമയത്ത് ഇതിൻ്റെ ചെറിയ തൈകളിലൊരു ഷെയ്ഡ്, നല്ല ഭംഗിയുള്ളൊരു ഷെയ്ഡ് വരാറുണ്ട്. നല്ല ഭംഗിയുള്ളൊരു ഷെയ്ഡ് അതിൻ്റെ ഇലകളിൽ വരും. പക്ഷെ മിക്കവാറും അതിൻ്റെ ചെടി വലുതായി വരുംതോറും ആ ഒരു ഷെയ്ഡ് പോയിട്ട് പച്ച കളറിലെ ഇല തന്നെയാവും. പക്ഷെ പച്ച കളറിലെ ഇലയും അതിൻ്റെ ചുവന്ന കളറിലെ തണ്ടും ആ ഒരു ചുവപ്പും പച്ചയും ആയിട്ടുള്ള ഒരു കോമ്പിനേഷനാണ് ഈ ചെടിയുടെ ഒരു ഭംഗി എന്ന് പറയാം. ഇതിലും പൂക്കൾ ഉണ്ടാവാറുണ്ട്. ഇതിൻ്റെ പൂക്കൾ കാണാൻ നല്ല വലിയ പൂക്കൾ, നല്ല ഭംഗിയുള്ള പൂക്കളാണ് ഇതിലുണ്ടാവുന്നത്. ഇതിൻ്റെ പൂക്കൾ എന്ന് പറയുന്നത് ഇങ്ങനെ ഉണ്ടാവും. അതിൻ്റെ മൊട്ടാണത്. ഒരു പിങ്ക് കളറിലെ പൂക്കളാണ്. അതങ്ങനെ നിറയെ ഉണ്ടാവും. അത് ഒരുവിധം വലിയ പൂക്കളായിട്ട് തന്നെ അത് വിരിയുകയും ചെയ്യും. അതിൻ്റെ കായായിട്ട് അത് കിടക്കുന്നത് കാണാൻ നല്ലൊരു ഭംഗിയാണ്. ഈ ഒരു ചുവപ്പും പച്ചയും ഒരു കോമ്പിനേഷനും അതുപോലെ ആ പൂക്കളും കാണാനായിട്ട് നല്ല ഭംഗി തന്നെയാണ്. അപ്പം ഇതിൽ ഈ ഒരു ചെടി നിറച്ച് നമ്മുടെ ചട്ടിയിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ നല്ലൊരു ഭംഗിയാണ് കാണാനായിട്ട്. അപ്പം എൻ്റെ ഈ ചെടി എന്ന് പറയുന്നത് ഇതിലിപ്പോൾ ഞാൻ വേറെ ഒരു ചെടി, ഒരു കഷ്ണം നമ്മുടെ പഴസലയും ചെടി, 10 മണി ചെടി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ ഓവറായി. എൻ്റെ ചട്ടിയിൽ ഭൂരിഭാഗവും ആ ചെടി തന്നെയായി. അപ്പം ഇങ്ങനെയാണ് ഈ ചെടിയുടെ ഒരു കാര്യം. ഇതാണ് ഡ്രാഗൺ വിങ് ബിഗോണിയാസ്, അതുപോലെ തന്നെ കെയിൻ ബിഗോണിയാസ്. നല്ല ഭംഗിയുള്ള ചെടികളാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ ഗാർഡനിൽ ഉൾപ്പെടുത്തുക. പൂക്കളും ഉണ്ടാവും. ചില ചെടികളിൽ നല്ല ഭംഗിയുള്ള പൂക്കളും വരാറുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിനെക്കുറിച്ച് എൻ്റെ കയ്യിലുള്ള ചെടികൾ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.